കേട്ടും കൂടെ പാടിയൊക്കെ ഇരുന്ന ഷെയറൈസ് തിയേറ്ററിലെ ആൾക്കാരുടെ ഒരു തേങ്ങന അന്ന് ഞങ്ങൾ കേട്ടു. തനിക്ക് അഭിനയിക്കാൻ അറിയാം. നാളെ മുതൽ ഒരു 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം. അയ്യേ, ഇവനാണോ? എന്നെ കൊണ്ട് വയ്യാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. കഷ്ടപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സാധനമാണ്. നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 2 ആഴ്ച. വിഷ്ണു, നൈസ് ടു മീറ്റ് യു. തമ്പ്രാൻ വந்தாச்சு. ആര്? തമ്പ്രാൻ വந்தாச்சு. അമ്മാമയാ? ആമാ, തമ്പ്രാനും തമ്പ്രാൻ പൊണ്ണും മാപ്പിളയും ശാന്ത് വന്നിരിക്കേ. അവൻ കള്ള ഭർത്താവല്ലേ? സത്യം പറയണോ? പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരമാണ്. പന്നി നിങ്ങൾ തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങനെ അറിഞ്ഞു. മുല്ലമ അടിച്ചപ്പോൾ എനിക്കിഷ്ടായി. വിഷ്ണു ആരായാലും എന്തായാലും എനിക്കിഷ്ടായി. പറ്റിച്ചിട്ട് കടന്നു കളയാമെന്ന് വിചാരിച്ചു അല്ലേടാ? ഈസ് എ ക്രിമിനൽ, മർഡറർ. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനാണ് അവൻ. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കാവില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, പക്ഷെ അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് അർത്ഥമില്ല. അവിടെ വെച്ചാണ് ഞാൻ രേവതിയെ ആദ്യമായി കണ്ടത്. അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ. ജനലിലൂടെ ഞാൻ കണ്ടു. ആരായിരുന്നു എന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ എന്റെ രേവതിയെ കൊന്നു. അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നോട് ക്ഷമിക്കണം. വിഷ്ണു ഇവിടുന്ന് പോയാൽ എനിക്കൊരു വിധവയുടെ ജീവിതമേ ഉള്ളൂ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? മോനെ, ഞാൻ പോവാണ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനസ്സോടെ. വിഷ്ണു, നിന്നെ കിട്ടിയ എന്റെ മോളും ഞാനും ഭാഗ്യം ചെയ്തവരാണ്. നാളെ മുതൽ ആകാശത്തെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും.